ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അഗസ്ത്യകൂടത്തിലെത്തുന്ന മഹി കണ്ണനുണ്ടായിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള മാറ്റം കൊണ്ട് സന്തോഷം കൊണ്ട് കണ്ണുകൾ നിറഞ്ഞു പോകുന്നുണ്ട്. തുടർന്ന് അനന്തുവിൽ നിന്നും തോമസ് വൈദ്യനിൽ നിന്നും മേഘൻ കണ്ണൻ്റെ ഇടതുകാലിന് ചലനശേഷി കിട്ടിയിട്ടുണ്ടോ എന്നറിയാനായിട്ട് ഒളിഞ്ഞു നോക്കി എന്നറിയുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് മഹിക്ക്. തുടർന്ന് മഹി നേരെ മേഘനെയും വാമനെയും കാണാനായിട്ട് ചെല്ലുന്നു. എന്നിട്ട് അന്ന് വലതുകാലിൻ്റെ വിരൽ ചെറുതായിട്ടൊന്ന് അനങ്ങിയതല്ലാതെ കാര്യമായിട്ടുള്ള മാറ്റമൊന്നും കണ്ണേട്ടനുണ്ടായിട്ടില്ല. ഇനി കണ്ണേട്ടന് ചികിത്സയ്ക്ക് ഫലമൊന്നും ഉണ്ടാവില്ലെന്നാണ് തോമസ് ഡോക്ടറും പറഞ്ഞിരിക്കുന്നത്. എന്നിട്ടും എന്തെങ്കിലും ഒരു ചെറിയ മാറ്റം ഉണ്ടാകുമെന്ന് കരുതിയിട്ടാണ് ഇവിടേക്ക് വരുന്നത്. അങ്ങനെയുള്ളപ്പോൾ കണ്ണേട്ടൻ്റെ പുറകെ നടന്ന് ഒളിഞ്ഞു നോക്കാൻ തനിക്ക് നാണോ ഇല്ലോടെ എന്ന് പറഞ്ഞുകൊണ്ട് മഹി മേഘനും വാമനും കണക്കിന് കൊടുക്കുമ്പോൾ കണ്ണന് ചലനശേഷി കിട്ടുന്നതിൽ ഞങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ടെന്നെല്ലാം വാമൻ പറയുന്നുണ്ടെങ്കിലും നിങ്ങളുടെ പ്രാർത്ഥനയൊന്നും കണ്ണേട്ടന് ആവശ്യമില്ല. 12 വർഷം മുൻപ് നടന്ന ഒരു അപകടത്തിന് പിന്നിലും നിങ്ങളാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മഹി അവിടെ നിന്ന് പോവാണ്. ശേഷം എന്താ വെച്ചാന്ന് മേഘൻ ചോദിക്കുമ്പോൾ മഹാലക്ഷ്മി അവൾ 6ാം ഇന്ദ്രിയമുള്ളവളാണ്, മറ്റുള്ളവരെ കാണാത്ത കാഴ്ചയൊക്കെ അവൾ കാണുമെന്നും വാമൻ പറയുന്നുണ്ട് കേട്ടോ മേഘനോട്. പിന്നീട് കാണിച്ചിരിക്കുന്നത് കരുണയും മുത്തശ്ശിയും അമ്പലത്തിലെത്തുന്നതാണ്. എന്നിട്ട് അവരിത്തവണ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടത്തി തരാൻ വേണ്ടി ദേവിയുടെ മുന്നിൽ നിന്നും പ്രാർത്ഥിക്കുന്നു. പിന്നീട് അവർ പായസവും വാങ്ങി തൊഴുതിറങ്ങുന്നതും സിദ്ധിയായിട്ടുള്ള അമ്മ അവരുടെ അരികിലെത്തി ഒരു വെള്ളി നാണയം ഭിക്ഷയായിട്ട് ചോദിക്കുന്നുണ്ടെങ്കിലും മുത്തശ്ശി അമ്മയെ കുത്തുവാക്കുകൾ പറഞ്ഞ് അപമാനിക്കുകയാണ്. തുടർന്ന് അവർ ചെയ്യാൻ പോകുന്ന കൊടും ക്രൂരതയുടെ ശിക്ഷ അവർക്ക് കിട്ടും എന്നുള്ള മട്ടിൽ അവരെ ഉറ്റുനോക്കുന്നുണ്ട് അമ്മ. പിന്നീട് തോമസ് ഡോക്ടർ കണ്ണൻ്റെ ജന്മമാസത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് കണ്ണനോടും മഹിയോടും പറയുമ്പോൾ 12 വർഷങ്ങൾക്ക് മുൻപ് കണ്ണനെ വീൽ ചെയറിലാക്കിയ ആ ആക്സിഡൻറ്റിനെക്കുറിച്ചെല്ലാം ഓർത്ത് വല്ലാതാകുന്നുണ്ട് മഹി. ഇത് ശ്രദ്ധിക്കുന്ന തോമസ് സാറ് മഹാലക്ഷ്മി എന്താ അത് കേട്ടപ്പോൾ വല്ലാതായത്? കണ്ണന് അടുത്ത ചികിത്സ കൂടി കഴിഞ്ഞാൽ നടക്കാൻ കഴിയില്ല എന്ന് ഓർത്തിട്ടാണോ? നമുക്ക് നോക്കാം, ഇത്രയൊക്കെ എത്തിച്ച ദൈവം എന്തെങ്കിലും നിങ്ങളുടെ കാര്യത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് തോമസ് സാറിനോട് യാത്ര പറഞ്ഞ് കണ്ണനും മഹിയും ഇറങ്ങുമ്പോൾ അവരെ കാത്ത് മാർക്കോയും അനന്തവും അവിടെ നിൽക്കുന്നുണ്ട്. മാർക്കോ എന്തായാലും അമ്മയുടെ പിറന്നാളിന് വരുന്നില്ല എന്ന് പറഞ്ഞു. അനന്തയേട്ടൻ വരുന്നുണ്ടോ എന്ന് മഹി ചോദിക്കുമ്പോൾ ഇല്ല മഹി, കരുണയെയും ആ പ്രതാപനെയും അയാളുടെ അമ്മയെയൊന്നും കാണുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ല. ഇവൻ്റെ എല്ലാം ശരിയാവട്ടെ, എന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ദിവസം ഒത്തുകൂടാ എന്ന് പറയുന്നുണ്ട് കേട്ടോ അനന്തവും. അങ്ങനെ അവർ പോകുന്നതിന് മുൻപായിട്ട് അനന്തു വീണ്ടും ഓർമ്മിപ്പിക്കുന്നുണ്ട്, മഹിയുടെ ജീവിതത്തിൽ അമ്മയുടെ പ്രാധാന്യം എന്താണെന്ന് ഞങ്ങൾക്കൊക്കെ നന്നായിട്ടറിയാം. പക്ഷേ അമ്മയ്ക്ക് ചുറ്റും ഇപ്പോൾ 3 ശത്രുക്കളുണ്ട്, അവരെയാണ് പേടിക്കേണ്ടത്. കണ്ണനോടും മഹാലക്ഷ്മിയോടുള്ള പക അവർ മഹിയുടെ അമ്മയോട് കാണിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കൊക്കെ പേടിയുണ്ടെന്നെല്ലാം പറയുമ്പോൾ എന്നെപ്പോലെ തന്നെ ദൈവങ്ങളെ മുറുകെ പിടിച്ച് നടക്കുന്ന ആളാണ് അമ്മയും. അമ്മയ്ക്ക് കാവലായിട്ട് ദൈവം കൂടെ തന്നെ ഉണ്ടാകും. അരുതാത്തതൊന്നും തന്നെ സംഭവിക്കില്ല. അമ്മയ്ക്ക് ആകെ പറ്റിയ തെറ്റെന്ന് പറയുന്നത് പ്രതാപനെ പോലെ ഒരാളെ വിവാഹം കഴിച്ചത് മാത്രമാണെന്ന് പറയുന്നുണ്ട് കേട്ടോ മഹി. അങ്ങനെ അവർ അനന്തുവിനോടും മാർക്കോയോടും യാത്ര പറഞ്ഞ് ഇറങ്ങുന്നു. പിന്നീട് അമ്പലത്തിൽ നിന്നും തിരികെ എത്തുന്ന കരുണയും മുത്തശ്ശിയും ഇതുവരെ നമ്മൾ ഉദ്ദേശിച്ചതുപോലെയൊക്കെ കാര്യങ്ങൾ നടന്നു പ്രതാപ. ഇനി ആ പായസത്തിൽ മരുന്ന് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ പേടിക്കാനൊന്നുമില്ല. പിന്നെ പ്രതാപ കണ്ണന് ആ തോമസ് വൈദ്യൻ്റെ ചികിത്സ കൊണ്ട് പുരോഗതിയൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് അമ്പലത്തിലെ പൂജാരി പറഞ്ഞത്. നിൻ്റെ ഭാര്യയും ലക്ഷ്മിയും എന്തായാലും അയാളുടെ എല്ലാ കാര്യങ്ങളും പറയാതിരിക്കില്ല. അങ്ങനെ എല്ലാം കൊണ്ടും നമുക്ക് അനുകൂലമായിട്ടാണ് കാര്യങ്ങൾ വരുന്നത് എന്നെല്ലാം മുത്തശ്ശി പറയുമ്പോൾ ഇനി പായസം കുടിച്ച് ലക്ഷ്മി പോകുന്നതോടെ അയാൾക്ക് അയാളുടെ വലത് കാലിന് കിട്ടിയിരിക്കുന്ന ആ ചെറിയ ചലനം പോലും പഴയതുപോലെ ആകുമെന്ന് കരുണ പറയുമ്പോൾ പിന്നെ എൻ്റെ മോളാണ് കമലേശ്വരത്തെ റാണി എന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപനും മുത്തശ്ശിയും കരുണയും കൂടി സന്തോഷത്തോടെ ചിരിക്കുന്നുണ്ട്. തുടർന്ന് ഇനിയാണ് നമ്മൾ നമ്മുടെ കളി കളിക്കാനായിട്ട് പോകുന്നത്. പായസം കുടിച്ച് ലക്ഷ്മി പോയാൽ സ്വാഭാവികമായിട്ടും സംശയം നമ്മളിലേക്ക് നീളാനുള്ള സാധ്യതയുണ്ട്. അതില്ലാതിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കരുണ അടുക്കളയിലെത്തി ഒരു ഗ്ലാസ് പായസം എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അടുക്കളയിലെത്തുന്ന കരുണ ഒരു ഗ്ലാസ് പായസം എടുക്കുന്നുണ്ട്. ഇതേ സമയം മോഹിനി വന്നിട്ട് എന്തിനാ മോളെ പായസം എടുക്കുന്നത്? ലക്ഷ്മി മോളും കണ്ണൻ മോനും കൂടി വന്നിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കഴിക്കാം എന്നെല്ലാം പറയുമ്പോൾ ഇന്ന് അമ്മയുടെ ദിവസമല്ലേ, പിറന്നാളുകാരി വേണം ആദ്യം ഈ പാൽപ്പായസം കുടിക്കാൻ, എന്നിട്ട് മതി ഞങ്ങൾ മക്കൾക്ക് എന്ന് പറഞ്ഞുകൊണ്ട് കരുണ പായസം മോഹിനിക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പായസം കുടിക്കുന്നതും മോഹിനിയെ നോക്കിയിട്ട് ഗൂഢമായിട്ട് ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ കരുണ. അപ്പോൾ പായസം കുടിച്ചിട്ട് മോഹിനിക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് വാദിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ് മുൻകൂട്ടി ഇങ്ങനെ ഒരു കാര്യം കരുണ ചെയ്തിരിക്കുന്നത്.
കാരണം പായസം ആദ്യം കുടിച്ച മോഹിനിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് എല്ലാ ചോദ്യങ്ങളെയും നേരിടാം. കണ്ണൻ്റെ വായടപ്പിക്കാം. കാരണം മഹാലക്ഷ്മി ആ വിഷപ്പായസം കുടിച്ച് മരിച്ചു കഴിഞ്ഞാൽ എന്തായാലും സംശയങ്ങളൊക്കെ തങ്ങളുടെ നേരെ നീളും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢതന്ത്രമാണ് കരുണ ഇവിടെ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. എന്തായാലും പായസത്തിൽ വിഷം ചേർത്ത് അത് മഹാലക്ഷ്മിയെ കൊണ്ട് കുടിപ്പിക്കാൻ നോക്കുമ്പോൾ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് തന്നെ മഹി അതിൽ നിന്നെല്ലാം രക്ഷപ്പെടുന്നുണ്ട്. കരുണയ്ക്കാണ് അത്യുഗ്രമായിട്ടുള്ള ഒരു തിരിച്ചടി കാലം കാത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് എന്താണെന്ന് അറിയാനായിട്ട് വരാൻ പോകുന്ന മഹാലക്ഷ്മി സീരിയലിൻ്റെ എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. താങ്ക്